ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പിസ്സ, അതുപോലെ തന്നെ സാൻഡ്വിച്ച്, ബർഗർ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ചീസാണ് ഞാനിന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതുന്ന കുറച്ച് ഫുഡ് ഐറ്റംസിൽ പെടുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ചീസ്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാലായതുകൊണ്ടാണ് ഈ പാലിന് മുകളിൽ ഇങ്ങനെ പാട പോലെ അതിൻ്റെ കൊഴുപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊഴുത്ത പാല് മാത്രം ഇതിനായിട്ട് ഉപയോഗിക്കുക. അതായത് കട്ടി കൂടിയ പാല്, തിളപ്പിച്ചാറിയ പാലോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ പാലൊന്നും ഇതിനായിട്ട് എടുക്കരുത്. അപ്പോൾ പാല് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള നാരങ്ങയുടെ നീര് മാത്രം അപ്പോൾ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ 1 നാരങ്ങയുടെ നീരാണ് ഈ 1 ലിറ്റർ പാലിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലിൻ്റെ ചൂടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൈ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളാത്ത തരത്തിലുള്ള ചൂടാണ് പാലിന് ഉണ്ടാവേണ്ടത്. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ചൂടിലാണോ കൊടുക്കുന്നത് ആ ഒരു ചൂട് മാത്രമാണ് പാലിന് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ചിട്ട് മാത്രം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. 1 ലിറ്റർ പാലിലേക്ക് ഞാൻ 1 നാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാല് പിരിയുന്നതിനനുസരിച്ചിട്ട് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. പാല് പിരിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇളം ചൂടാകുമ്പോൾ ഇതിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിക്കുക. അപ്പം തന്നെ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി വയ്ക്കുക. 5-6 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും അങ്ങനെ ചീസ് നമ്മുടെ സ്പൂണിൽ, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സ്പൂണിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ചൂടാക്കാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് ചീസ് ഇങ്ങനെ കൂടിയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൈ വിടാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെറിയ ചൂടാവുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടതാണ്. എന്നിട്ടാണ് അതിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ കറക്റ്റ് ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പാകം വിട്ടുപോകും. നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുന്നത് പാല് തിളപ്പിച്ചിട്ടാണ്. പക്ഷേ ഈ ചീസ് നമ്മൾ പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂട് മാത്രമാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും ചീസ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ തന്നെ ചീസ് നല്ല വലിഞ്ഞിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നാരങ്ങ നീരിന് പകരം വേണമെങ്കിൽ വിനാഗിരിയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ചീസ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. സാൻഡ്വിച്ച് ഇതൊക്കെ നമുക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു കാര്യമില്ല. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചില ഫുഡ് നമ്മൾ വിചാരിക്കും നമ്മൾ കടയിൽ നിന്ന് മാത്രം വാങ്ങിയാലാണ് അത് ശരിയായി കിട്ടുള്ളൂ, നമ്മൾ വീട്ടിലുണ്ടാക്കി ശരിയാവില്ല എന്ന് കരുതും. അങ്ങനെയുള്ളൊരു ഫുഡാണ് ഈ ചീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചീസ് നമുക്ക് ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു അരിപ്പ ചൂടോട് കൂടിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ അരിപ്പ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളം മുഴുവനും താഴേക്ക് പോകും. അപ്പോൾ അത് നന്നായിട്ട് ഒന്നിങ്ങനെ വെള്ളം കളഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ചീസ്. ഇപ്പോൾ നമ്മൾ കൊട്ടുമ്പോൾ അത് താഴേക്ക് വീഴുന്നൊന്നുമില്ല. ഇതാണ് ചീസിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലും അത് എവിടെയും ഒട്ടിപ്പിടിക്കാത്തൊരു തരത്തിൽ ഇതുപോലുള്ളൊരു ടെക്സ്ചറിലാണ് നമുക്ക് ചീസ് ആവശ്യമായിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ, ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് തിളച്ച വെള്ളം ആവണമെന്നില്ല, കുറച്ച് ചൂട് മതി. നമ്മുടെ കൈ മുക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ചൂടാണ് വെള്ളത്തിന് ആവശ്യം വേണ്ടത്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത്
ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ ചീസ് ഉണ്ടാക്കിയിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് രാവിലെ എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴാണ് നമുക്ക് ചീസ് അതിൻ്റെ ഒരു എന്താ പറയുക കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതപ്പോൾ ഒരു സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ മുറിച്ചിട്ട്, നല്ല വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ മുറിച്ചിട്ട് അതിലേക്ക് ചീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് വൈകുന്നേരത്താണ് ഞാനിത് തയ്യാറാക്കിയത്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പോകുന്ന ചീസാണെങ്കിൽ ഇങ്ങനെ കവറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു പാത്രത്തിൽ അടച്ചിട്ട് വെച്ചാലും അത് പിറ്റേ ദിവസത്തേക്ക് കുറച്ച് കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തോ അല്ലാതെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ലെയേഴ്സ് ആക്കിയിട്ടൊക്കെ നമുക്ക് ബർഗർ, അതുപോലെ തന്നെ പിസ്സ, സാൻഡ്വിച്ച്, ചീസ് ബോള് അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചീസ് ഉപയോഗിക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ചീസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയിട്ടുള്ള ചീസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു പിസ്സയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പിസ്സയുടെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക.